ഈ സെപ്റ്റംബറിൽ നമ്മുടെ ഐഫോൺ 18 Pro ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടാവും. ഡിസൈനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സെയിം ഡിസൈൻ ആയിരിക്കും, സെയിം അലൂമിനിയം യൂണിബോഡി ആയിരിക്കും, ടൈറ്റാനിയം ഒന്നും വരാൻ പോകുന്നില്ല. എന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ആനഡൈസേഷൻ ടെക്നിക്കാണ് ഇത്തവണ ആപ്പിൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കളർ അളകി പോകുന്ന ചാൻസ് വളരെ കുറവാണ്. പ്രോ മോഡൽസിൽ വരാറുള്ള 3 ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. എന്നാൽ ഇത്തവണ 200 മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസർ ആയിരിക്കും വരാൻ പോകുന്നത്. അതും നാച്ചുറൽ ബൊക്കെ എഫക്റ്റ് ഒക്കെ കിട്ടുന്ന വേരിയബിൾ അപ്പർച്ചറുള്ള ലെൻസ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് പോകുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ബട്ട് അത് എവിടേക്കും പോകുന്നില്ല. ബട്ട് അതിന്റെ സൈസ് 35% കുറയ്ക്കാൻ പോവാണ്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഫേസ് ഐഡി ഉണ്ടല്ല, അത് ഡിസ്പ്ലേയുടെ അടിയിലാക്കിയിട്ട് ഈ ഒരു കോർണറിലേക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഹൈ ഡെൻസിറ്റി സിലിക്കൺ കാർബൺ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു തിക്നെസ് വളരെ കുറവാക്കിയിട്ടാണ് ഇത്തവണ വരാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നല്ല. നിങ്ങൾ വീഡിയോഗ്രാഫി നോക്കുന്നവരാണെങ്കിലും ഗെയിമിംഗ് ചെയ്യുന്നവരാണെങ്കിലും എഡിറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിലും അടിപൊളി ഒരു പെർഫോമൻസ് ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. ആപ്പിളിന്റെ A20 Pro, അതും 2 നാനോമീറ്റർ സൈസിലാണ്. കിഡിലൻ പെർഫോമൻസ് ആയിരിക്കും. സിഗ്നൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും സാറ്റലൈറ്റ് 5G കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് ആപ്പിളിന്റെ ഏറ്റവും പുതിയ C2 എന്ന് പറഞ്ഞ ചിപ്സെറ്റും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. കൂടാതെ വൈഫൈ, ബ്ലൂടൂത്ത്, ക്വിക്ക് പെയറിംഗ് പരിപാടികളൊക്കെ കൂടുതൽ ഫാസ്റ്റ് ആക്കാനായിട്ട് ആപ്പിളിന്റെ ഏറ്റവും പുതിയ N2 ചിപ്പും ഇതിൽ വരുന്നുണ്ട്. ആപ്പിളിന്റെ ഫോൾഡ് ഫോണും അതുപോലെ തന്നെ ആപ്പിളിന്റെ Air 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണും ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നോർമൽ ഫോൺ ആയിട്ടുള്ള ഐഫോൺ 18 ഈ ഇയർ ലോഞ്ച് ചെയ്യില്ല. അതിന് പകരം ഐഫോൺ 17 തന്നെയായിരിക്കും അവർ സെയിൽസിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഐഫോൺ ലീക്സിനും അപ്ഡേറ്റ്സിനും വേണ്ടി നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്തിട്ട്, അതുപോലെ തന്നെ യൂസ്ഡ് അല്ലെങ്കിൽ ഫ്രഷ് ഐഫോൺസ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്ഹബ് അക്കിക്കാവിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.